ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ബീഫിൻ്റെ പീസൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുജീരകത്തിൻ്റെ പൊടി. പിന്നെ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ബീഫ് സ്റ്റോക്കും കൂടി ചേർത്തിട്ട് 2 ടീസ്പൂൺ ബീഫ് സ്റ്റോക്കും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കണം. ഇനി ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബീഫിൻ്റെ പീസൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഡീപ് ഫ്രൈയും ചെയ്തെടുക്കാം.
ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളകും 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കുക. ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.